പോളിനോമിയൽ പഠിച്ചപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ പറ്റി ജസ്റ്റ് ഒന്ന് തലോടി പോയതാണ്. അപ്പം ഇന്ന് നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വേർഡ് പ്രോബ്ലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം മറ്റേതുപോലെ തന്നെ ഓക്കെയാണ്, എന്നാലും കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ പറ്റി സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം എഴുതിക്കോളൂ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതെന്താണെന്ന് എഴുതിക്കോ. എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ in variable x is an equation of form ax square plus bx plus c, where a b quadratic equation അല്ലേ, അപ്പം ax square plus bx plus c is equal to 0 എന്ന് കൊടുത്തേ. 0 where a b and c are real numbers and a not equal to 0. അതായത് എ 0 ആയി കഴിഞ്ഞാൽ പിന്നെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ടേം 0 ആയി പോകും. പിന്നെ എക്സിൻ്റെ പവർ ഉള്ളത് മാക്സിമം ഉള്ളത് പിന്നെ 1 ആണ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയത്തില്ല. അപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചതാണ്, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാലും രണ്ടും രണ്ടാണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാലാണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. 0യ്ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് മാറുന്നതെന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ഓക്കെ ആണല്ലോ. ഇനി ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനകത്ത് പറയാനുള്ള എല്ലാ കൺസെപ്റ്റുകളും പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതായത് എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 0 ആയി പോകുന്നത്, അതായിരിക്കും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ. അതായത് സീറോസ് കണ്ടുപിടിക്കുക. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് സീറോസ് കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ ചെയ്തായിരുന്നു, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്തായിരുന്നോ ശ്രേയ? ഓക്കെ, അപ്പോൾ അത് തന്നെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട്. പക്ഷേ നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യുന്നതല്ലാതെ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ രണ്ട് വാല്യൂസിനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സീറോസ് എന്നും പറയും, റൂട്ട്സ് എന്നും പറയും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് അടുത്ത ഹെഡിങ് എഴുതിക്കോ, ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഫൈൻഡിങ് the solution of quadratic equation finding the solution of quadratic equation. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം? ഒന്നെന്ന് എഴുതിയിട്ട് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. രണ്ടാമത്തേത് ബൈ ഇക്വേഷൻ. ആ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്നായിരിക്കും. അതായിരിക്കും നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോം. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. അതെന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് പറഞ്ഞുതരാം. മൂന്നാമതൊരെണ്ണം കൂടെ ഉണ്ട്, അത് നമുക്ക് പഠിക്കാനില്ല, നേരത്തെ പഠിക്കാനുണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് ഡിലീറ്റഡ് ആണ്. എന്നാലും അത് ചുമ്മാ അങ്ങ് തന്നേക്കാം. മെത്തേഡ് ഓഫ് കംപ്ലീറ്റിംഗ് സ്ക്വയർ. ഈ നമുക്ക് ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാനില്ല. ഒരു 2 വർഷം മുമ്പ് വരെയുള്ളതിനകത്ത് നമുക്കിതും പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. ഈ 3 രീതി വെച്ചിട്ടായിരിക്കും നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതിൽ ഓൾറെഡി ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലേ കംപ്ലീറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് പറ്റി ടെൻഷൻ അടിക്കാനില്ല. പിന്നെ ഇത് വെച്ചിട്ട് ചെയ്യാം, ഇത് നമുക്ക് പഠിക്കാനില്ല താനും. ഓക്കെ ആണല്ലോ. ഇത്രയും ക്ലിയർ ആണോ? ശ്രേയക്ക് ഇത്രയും ക്ലിയർ ആണോ എന്ന് പറഞ്ഞാൽ? ക്ലിയർ. ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ടോപ്പിക് കൂടെ ആകെ പഠിക്കാനുള്ളൂ, നേച്ചർ ഓഫ് റൂട്ട് കണ്ടുപിടിക്കാൻ. നേച്ചർ ഓഫ് റൂട്ട് എന്ന് പറയുമ്പോൾ നേച്ചർ ഓഫ് സീറോസ്. റൂട്ട്സ് എന്ന് പറയുന്നതും സീറോസ് എന്ന് പറയുന്നതും സെയിം ആണ്. സീറോസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ എക്സിൻ്റെ വാല്യൂസ്. ക്വാഡ്രാറ്റിക് ഇക്വേഷന് എക്സിന് എത്ര വാല്യൂ കാണും? 2 വാല്യൂസ്. അതെന്തുകൊണ്ടാണ് 2 വാല്യൂ വരുന്നത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ വേരിയബിൾ എക്സിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് they should have 2 zeros of polynomial, or we can say that they have 2 roots.
ആൻഡ് നമുക്ക് ഇനിയിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ ആ റൂട്ടിൻ്റെ നേച്ചറാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ഹെഡിങ് എഴുതാം, നേച്ചർ ഓഫ് റൂട്ട്. നേച്ചർ ഓഫ് റൂട്ട്, ഒരു റൂട്ടിൻ്റെ നേച്ചർ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ b² - 4ac എന്ന് പറയുന്ന ഒരു നമ്മൾ നേരത്തെ എഴുതിയായിരുന്നില്ല, അത് അതിനെ ഡിസ്ക്രിമിനൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ഡിസ്ക്രിമിനൻ്റ് നമുക്ക് ചിലപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടും, അല്ലെങ്കിൽ 0 കിട്ടും. ആ കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ നേച്ചർ എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എഴുതിക്കോ, b² - 4ac determines the nature of quadratic equation. Nature of root of quadratic equation. Nature of root of quadratic equation. Quadratic equation of form ax square plus bx plus c is equal to 0. And the term b² - 4ac is called discriminant of the quadratic equation. b² - 4ac എന്ന് പറയുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ നേച്ചർ ഓഫ് റൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ b² - 4ac എന്ന് പറയുന്ന പെർട്ടിക്കുലർ ടേമിനെ നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്നാണ് വിളിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് d എന്നാണ്. ദാറ്റ് ഈസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് d ഈസ് ഈക്വൽ ടു b² - 4ac. ഇനി ഒന്നെന്ന് എഴുതിയിട്ട് if d is equal to b² - 4ac is greater than 0, അതായത് നമുക്ക് d എന്ന് പറയുന്നത് b² - 4ac b² - 4ac greater than 0 ആണെങ്കിൽ ടു ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ടു ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആർ ദെയർ. റിയൽ റൂട്ട്സ് ആർ ദെയർ. അതായത് നമുക്കിപ്പം കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ ചെയ്തപ്പോൾ എക്സിന് 2 വാല്യൂ കിട്ടിയപ്പോൾ 2 ഡിഫറൻറ്റ് വാല്യൂ കിട്ടിയില്ലേ? അതായത് 2ഉം -2ഉം, അല്ലെങ്കിൽ 3ഉം 4ഉം, അല്ലെങ്കിൽ 1/2ഉം 3/6ഉം, ഇങ്ങനെ കിട്ടിയില്ലേ? അപ്പോൾ ഇതെല്ലാം റിയൽ റൂട്ട്സ് ആണ്. 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ഉള്ളതുകൊണ്ടാണ്. അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അത് നമ്മൾ എന്താണ് സീറോസ് ഒന്നും കണ്ടുപിടിച്ച് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് സീറോസ് ഒന്നും കണ്ടുപിടിക്കാൻ പോകണ്ട. ജസ്റ്റ് b² - 4ac ചെയ്തിട്ട് അത് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുമ്പോൾ സീറോയ്ക്ക് മുകളിലോട്ടുള്ള ഏതെങ്കിലും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ മനസ്സിലാവും എന്താണ് അതിന് 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 റൂട്ട്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി രണ്ടാമത്തേത് if discriminant is equal to b² - 4ac ആണ്. അത് ഈക്വൽ ടു 0 ആണെങ്കിൽ 2 equal roots are there. 2 equal roots are there എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ ഒരു ഗ്രാഫ് വരച്ച് ഓർക്കുന്നുണ്ടോ? അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെയായിരിക്കും ശ്രേയ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെയായിരിക്കും ശ്രേയ? പറഞ്ഞോളൂ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ഗ്രാഫ് പാരബോള. നമ്മൾ ഇങ്ങനെയുള്ള പാരബോള വരച്ചപ്പോൾ ഇതിന് എത്ര സീറോ ഉണ്ടായിരുന്നു? എത്ര സീറോ ഉണ്ട്? ഹലോ ശ്രേയ പറഞ്ഞോളൂ. 2 സീറോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരച്ചാലോ? ഇപ്പൊ നോക്കി, ഇതും പാരബോളയാ. നമ്മൾ ഒരു സീറോ നമ്മൾ ഈ കേസ് പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ചില സമയത്ത് അതിന്റെ എക്സിന്റെ 2 വാല്യൂസും സെയിം വരുമെന്ന് പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കേസാണ് വേണ്ടത്. അതായത് കണ്ടോ, ഡിസ്ക്രിമിനന്റ് b² - 4ac 0 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? നമുക്ക് കിട്ടുന്ന 2 റൂട്ടിൻ്റെ വാല്യൂ എന്താ? ചിലപ്പോൾ ഇങ്ങനെ കിട്ടും. അതായത് x - 2 × x - 2 = 0 എന്ന് വരും. അപ്പോൾ ഒരു 0 എന്ത് കിട്ടും? x - 2 = 0, x എന്താ 2. ഇതും എന്ത് തന്നെ കിട്ടുന്നത്? x - 2 = 0, x എന്താ 2.
കണ്ടോ, ഇത് 2 റൂട്ട്സ് ഉണ്ടെങ്കിലും പക്ഷേ 2 ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഗ്രാഫ് അതുകൊണ്ട് ആ ഒരൊറ്റ സീറോയിൽ വന്ന് നിൽക്കേണ്ടി വരും. അങ്ങനെയായിരിക്കും അത് വരയ്ക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു കേസ് കൂടെ ഉണ്ട്. ഈഫ് ഡി ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂസ് വരുമെന്നർത്ഥം. അങ്ങനെ നെഗറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ നോ റിയൽ റൂട്ട്സ് ആയിരിക്കും, അതായത് അതിന് റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പോൾ ഇത് എഴുതിയെടുത്തു. ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇത്രയും കൺസെപ്റ്റേ നമുക്ക് പഠിക്കാവുള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. പല ഡിഫറെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്താണെങ്കിൽ ഒത്തിരി ചവറ് പോലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പം അത് നമുക്ക് ചെയ്യാം. ശ്രേയ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. ചെക്ക് വെദർ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ 1-2 എണ്ണം ചെയ്യാം. എഴുതിക്കോ. ചെക്ക് വെദർ അതായത് അത് വേണോ? അല്ലേ, എഴുതിക്കോ. ചെക്ക് വെദർ ദ ഫോളോയിങ് equations are quadratic equation. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിക്കും, ബാക്കി ഹോംവർക്ക് തരാം. അത് സിമ്പിളാണ്, അതുകൊണ്ടാണ്. അപ്പം അതായത് നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് തന്നിരിക്കുന്ന ഞാനിപ്പോൾ തരാൻ പോകുന്ന ഇക്വേഷൻസ് ക്വാഡ്രാറ്റിക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ അതിനെ സോൾവ് ചെയ്തിട്ട് ഫൈനലി ax² + bx + c = 0 എന്ന് പറയുന്ന ഫോമിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. x+1 the whole square പ്ലസ് അല്ല x+1 the whole square ഈക്വൽ ടു ആണ്. x+1 the whole square ഈക്വൽ ടു 2 × x - 3. അങ്ങനെയാണ് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ ആദ്യം ഇതിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ a + b the whole square ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ a² + 2ab എന്ന് പറയുമ്പോൾ 2 × x × 1 2x + b² 1² = എന്താണ്, ഇവിടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x - 6 എന്ന് വരും. ഇത് ഇങ്ങനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഇവിടെ നമുക്കറിയാം x² + 2x + 1 = 2x - 6 എന്ന് എഴുതാം. രണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് x² + 2x - 2x + 1 - 6 ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും +6 ആയി = 0. അപ്പോൾ എന്തെന്ന് വരും, ഇത് x² പ്ലസ് ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും, 0 ആവും. x² + 7 = എന്തെന്ന് വരും, 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ ശ്രേയ? അതെ ആണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിംപ്ലി x² എന്ന് വരുവാണെങ്കിലും അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അല്ലയോ? ശരിയല്ലേ? അതിൻ്റെ ഇതിപ്പം ax² + bx + c എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ചിലപ്പം ഈ b എന്ന് പറയുന്നത് 0 ആയിക്കഴിഞ്ഞാൽ 0 × x ഈ ഭാഗം അങ്ങ് 0 ആയി പോകും. c എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ചെയ്യുമ്പം 0 ആണെങ്കിൽ പിന്നെ ആ ഭാഗം കാണത്തില്ല, പിന്നെ ആ കാര്യം മാത്രമേ കാണത്തുള്ളൂ, ax² എന്നേ കാണത്തുള്ളൂ. ചിലപ്പം ax² + bx എന്ന് മാത്രമേ കാണത്തുള്ളൂ. ചിലപ്പം ax² + c എന്ന് മാത്രമേ കാണത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ b ചിലപ്പോൾ 0 ആയിക്കഴിഞ്ഞാൽ bx എന്ന് പറയുന്ന ടേം അങ്ങ് 0 ആയി പോകും. c 0 ആയിക്കഴിഞ്ഞാൽ c എന്ന് പറയുന്ന ടേം അവിടെ കാണത്തില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അല്ലയോ? ഇത് ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിപ്പിച്ചല്ലയോ? ആണോ ശ്രേയ? അതെ. ഓക്കെ, അപ്പോൾ therefore it is a quadratic equation. It is a quadratic equation. ഓക്കെ, ഇതിൻ്റെ ടെക്സ്റ്റിനകത്തുള്ള ബാക്കി സിമ്പിൾ സാധനമാണ്, അതെല്ലാം ഹോംവർക്ക് ചെയ്യുക. ഞാൻ ഒരു ക്വസ്റ്റിനൂടെ ചെയ്ത് കാണിക്കാം. നോക്കിക്കോളൂ, രണ്ടാമത്തെ ഇതും കൂടെ ചെയ്തോളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്. x - 2 × x + 1 = x - 1 × x + 3.
ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇതിൻ്റെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഇത് ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ളത് ചെയ്യുന്നു, അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ചെയ്യുന്നു. പിന്നെ ഈ -2 ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ളത് ചെയ്യുന്നു. അപ്പം -2 ഇൻറ്റു എക്സ് പ്ലസ് 1 ചെയ്യുന്നു. സിമിലർലി ഇവിടെ അതേപോലെ ചെയ്യുന്നു, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3 ചെയ്യുന്നു, -1 ഇൻറ്റു എക്സ് പ്ലസ് 3 ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയോ, ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്നായി, -2x പ്ലസ് -2x -2 എന്നായി. കാരണം ഈ -2 ഇൻറ്റു എക്സ് -2x, -2 ഇൻറ്റു +1 എന്ന് പറയുമ്പോഴത്തേക്കും -2 ആണ്. ഈസിക്വൽ ടു ഇവിടെ അതേപോലെ തന്നെ ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ, എക്സ് സ്ക്വയർ പ്ലസ് 3x ആയി. വീണ്ടും ഇതും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ഇൻറ്റു എക്സ് -1x, -1 ഇൻറ്റു 3 എന്ന് പറയുന്നത് -3 ആണ്. ഓക്കെ, ഇനിയും ഇവിടെ നിന്നേ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇതിനെ ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട്, ഈ എക്സ് സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -x² ആയി. അപ്പോൾ തന്നെ പോയി, അപ്പോൾ തന്നെ എക്സ് സ്ക്വയർ ടേം അങ്ങ് പോയി. അപ്പോൾ പിന്നെ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലാന്ന് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ബാക്കി എഴുതുകയാണ്. എക്സ് ഈ -3നെ ഇങ്ങോട്ടേക്ക് കൊണ്ടല്ല, 3നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -3x, പിന്നെ ഇവിടെ ഒരു 2x കിടപ്പുണ്ട്. ഈ എക്സിനെ -1xനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +1x, പിന്നെ ഒരു -2 അവിടെ കിടപ്പുണ്ട്. -3നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +3 = 0. ഇത് തന്നെ 0 ആയിപ്പോയി ഇല്ലേ. ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ, x -3x എന്ന് പറയുമ്പോഴത്തേക്കും -2x, -2x -2x എന്ന് പറയുമ്പോഴത്തേക്കും -4x, -4x + 1x എന്ന് പറയുമ്പോഴത്തേക്കും -3x, -1 = 0. കണ്ടോ, അപ്പം ഇത് ഇവിടെ x² എന്ന് പറയുന്ന ടേം ഇല്ല. therefore it is not a quadratic equation. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പോൾ ബാക്കി ഇതിൻ്റെ ടെക്സ്റ്റിനകത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ബാക്കി ഇതിനകത്തുള്ള ഫസ്റ്റ് എക്സസൈസ്, ഏറ്റവും ഫസ്റ്റ് എക്സസൈസ്, അതെല്ലാം ഹോംവർക്ക് ചെയ്യണേ. ഓക്കെ ആണോ? ഓക്കെ ആണ്. അതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്, അതുകൊണ്ടാണ് അത് ഹോംവർക്ക് തരുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇനി നമ്മൾ റൂട്ട്സ് കണ്ടുപിടിക്കും. നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് റൂട്ട്സ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എഴുതിക്കോളൂ, ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് quadratic equation 3x² - 2√6x + 2 = 0. അപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. വി ക്യാൻ ഫൈൻഡ് ദ റൂട്ട് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഐദർ ബൈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം or by using equation, or we can use the method of completing square. But the method of completing square is not in the syllabus. ബാക്കി രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാതെ ഇവിടെ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കത് ഒരു ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ തറവാകും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇക്വേഷൻ 3x² - 2√6x + 2 = 0 ആണ്. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 3 ആണ്, b എന്ന് പറയുന്നത് -2√6 ആണ്, c എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് x കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x = -b ± √(b² - 4ac / 2a ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ b എന്താ, -2√6 ആണ്. അപ്പോൾ നമുക്ക് മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട്, -b ആണ്, -2√6 വരുന്നു, ±√(b² ആണ്. അപ്പോൾ -2√6ൻ്റെ ഹോൾ സ്ക്വയർ -4 × a എന്ന് പറയുന്നത് 3 ആണ്, c എന്ന് പറയുന്നത് 2 ആണ്, / 2a, 2 × 2 × 3. അടുത്ത സ്റ്റെപ്പിൽ -2√6 എന്ന് പറയുമ്പോഴത്തേക്കും +2√6 ആണ്, ± ഇടുന്നു, √. ഇവിടെ ചെയ്യുമ്പോൾ നോക്കിയേ, ഇതിനർത്ഥം എന്താ, ഇതിനർത്ഥം മൈനസിൻ്റെ സ്ക്വയർ വരുമ്പോഴത്തേക്കും അത് പ്ലസ് ആവും, 2ൻ്റെ സ്ക്വയർ വരുമ്പോഴത്തേക്കും 4 ആവും, √6ൻ്റെ സ്ക്വയർ വരുമ്പോഴത്തേക്കും അത് 6 ആവും. അപ്പോൾ 4 × 6 വരും. അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, -2 × -2 × √6 ആദ്യം ഫസ്റ്റ് ഇത്തിരി ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. അടുത്തതിനകത്ത് നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതില്ല. ഇൻറ്റു എന്താണെന്ന് എഴുതാം, 4 × 3 × 2, 4 × 3 × 2 4 12, 12 × 2 24 / 6 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 2√6 ± √. -2 × -2 4, 6 × 6 √6 × √6 6. അപ്പോൾ നമുക്ക് 4 × 6 24 എന്ന് വരും. 24 - 24 എന്ന് പറഞ്ഞാൽ എന്താ, 24 - 24 0 ആണ്, 0 / 6. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിയോ, ഇവിടെ 2√6 ± √0 / എന്താണ് 6, √0 0 തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒറ്റ 0 വാല്യൂവേ കാണുള്ളൂ. 2√6
കാരണം പ്ലസ് ഓർ മൈനസ് ചെയ്യാനില്ല. സാധാരണഗതിയിൽ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, ഇപ്പം ഇവിടെ ഏതെങ്കിലും നമ്പർ വരുവാണെങ്കിൽ അത് പ്ലസ് ആ നമ്പർ ഡിവൈഡ് ബൈ 6 എന്നും അത് കഴിഞ്ഞ് 2√6 പ്ലസ് മൈനസ് ആ നമ്പർ ഡിവൈഡ് ബൈ 6, അങ്ങനെയാണ് 2 റൂട്ട് കണ്ടുപിടിക്കുക. ഇവിടുത്തെ കേസിൽ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ഗ്രാഫ് ഒറ്റ കേസ് വരുന്നത്, അതായത് നമ്മുടെ ഗ്രാഫ് നമ്മൾ തന്നെ ഇങ്ങനെ വരച്ചില്ലേ, ഒരു 0 വരുന്നത് കണ്ട് ഇവിടെ, അത്രയും ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നിരിക്കും ഇത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒറ്റ 0 വാല്യൂ ഉള്ളൂ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2√6 ഡിവൈഡ് ബൈ 6 എന്ന് എഴുതാം. ഇത് കട്ട് ചെയ്തപ്പോഴത്തേക്കും ഇത് 3 വരുന്നു. അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ എന്താ, √6/3 ആണ്. പക്ഷേ ഇങ്ങനെ എഴുതാൻ പാടില്ല, എന്താണ് ഇങ്ങനെ എന്താണ് ഇതാക്കി എഴുതണം, ഏതാ നമ്മുടെ റാഷണലൈസ് ചെയ്ത് എഴുതണം. അപ്പോൾ റാഷണലൈസ് ചെയ്ത് എഴുതുമ്പം എങ്ങനെ എഴുതുമെന്ന് അറിയാമോ, then ഇങ്ങനെ എഴുതാം നമുക്ക്. ഈ √6 ഞാൻ എങ്ങനെ ആക്കാമെന്ന് അറിയാമോ, √2 × 3 എന്നാക്കാം റൂട്ടിനകത്ത്, ഡിവൈഡ് ബൈ എന്താ ഈ 3 ഞാൻ √3 × √3 എന്നാക്കുകയാണ്. സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്, √2 × √6 എന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പോവാണ്. താഴെ അല്ല √3 താഴെ √3 × √3 എന്ന് എഴുതാൻ പോവാണ്. ഈ 3 കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വന്നു, √2 ഡിവൈഡ് ബൈ √3 എന്ന് വന്നു. അതിനെ നമുക്ക് ഒരുമിച്ച് √2/3 എന്ന് എഴുതാം. പക്ഷേ എക്സിൻ്റെ വാല്യൂ ഒരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് രണ്ട് റൂട്ടിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് എഴുതാം, ഇങ്ങനെ എഴുതാം, ദ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ദ റൂട്ട് ഓഫ് ദ ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ √2/3 ആൻഡ് √2/3 സെയിം ഈക്വൽ റൂട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ശ്രേയക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമേ. എഴുതാനുള്ളത് എഴുതിക്കോ. ഓക്കെ ആണോ, എഴുതിയോ? കഴിഞ്ഞു. ഓക്കെ. അപ്പം ഇത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തു. ഇനി നമുക്ക് ആ നേച്ചർ ഓഫ് ഫ്രൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തെ ചാപ്റ്ററിൻ്റെ എല്ലാം ഓരോ ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് എല്ലാം കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം എഴുതിക്കോളൂ. ഫൈൻഡ് ദ ഡിസ്ക്രിമിനൻറ്റ്, ഫൈൻഡ് ദ ഡിസ്ക്രിമിനൻറ്റ് find the discriminant of the quadratic equation 2x² minus 4x plus 3 equal to 0, and hence find its nature of റൂട്ട്. അപ്പം നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ എ ആദ്യം എടുത്ത് എഴുതുക. എ 2 ആണ്, ബി എന്ന് പറയുന്നത് -4 ആണ്, സി എന്ന് പറയുന്നത് 3 ആണ്. ഡിസ്ക്രിമിനൻ്റ് ആദ്യം കണ്ടുപിടിക്കണം. നമുക്കറിയാം b² - 4ac ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം b² എന്ന് പറയുമ്പോൾ -4ൻ്റെ സ്ക്വയർ -4 × a2 ആണ്, c 3 ആണ്. അങ്ങനെയാണെങ്കിൽ -4ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 മൈനസ് 4 × 2 × 3 എന്ന് പറയുമ്പോൾ 4 12 × 2 24 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് -8 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്ക്രിമിനൻ്റ് എന്ത് കിട്ടി, b² - 4ac വാല്യൂ <0 ആണ് കിട്ടിയത്. therefore അവിടെ എന്താ, നോ റിയൽ റൂട്ട്സ് ആയിരിക്കും. കേട്ടോ, റിയൽ റൂട്ട്സ് ഇല്ല ഇവിടെ, നോക്കിക്കോ. അപ്പം റൂട്ടായിരിക്കും വരുന്നത്. എന്താണെന്നറിയോ, നമുക്ക് റൂട്ടിലുള്ള ഏതെങ്കിലും വാല്യൂ ആയിരിക്കും വരുന്നത്, എക്സിൻ്റെ വാല്യൂ. അതായത് റിയൽ ആയിട്ടുള്ള ഇതില്ല, ഇറാഷണൽ നമ്പർ ആയിരിക്കും നമുക്ക് വരിക, റാഷണൽ ആയിട്ടുള്ള നമ്പർ അല്ലായിരിക്കും വരിക. ഇതിങ്ങനെ ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ സീറോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ 0 വാല്യൂവിനകത്ത് റൂട്ട് വാല്യൂ കാണും, റൂട്ടിലുള്ള എന്തെങ്കിലും നമ്പർ കാണും. അപ്പോൾ അതിനെ നമുക്ക്, അതായത് പെർഫെക്റ്റ് റൂട്ട് പെർഫെക്റ്റ് അല്ലാത്ത ഏതെങ്കിലും ഒരു റൂട്ട് കാണും. അതുകൊണ്ടാണ് അതിന് റിയൽ റൂട്ട്സ് ഇല്ല എന്ന് പറയുന്നത്.
അപ്പം ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആയതുകൊണ്ട് ലെസ് ദാൻ 0 ആണ്. ദെയർഫോർ ഇറ്റ് ഹാസ് നോ റിയൽ റൂട്ട്സ് എന്ന് എഴുതാം. ഇതിനകത്ത് വേർഡ് പ്രോബ്ലം കൂടെ ഉണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് ഇതിനകത്ത് പഠിക്കാനുള്ള 2 വേർഡ് പ്രോബ്ലം കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്തു പോകാം. എഴുതിയോ? ശ്രേയ എഴുതിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫൈൻഡ് two numbers whose sum is 27 and product is 182. അറിയാമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പറഞ്ഞുതരാം. അറിയാവോ? ശ്രേയ പറഞ്ഞോളൂ. ശ്രേയ കേൾക്കാമോ? ഹലോ ശ്രേയ, ഇവിടെ ഉണ്ടോ? ശ്രേയ പറഞ്ഞോളൂ. ശ്രേയ കേൾക്കാമോ? ഹലോ ശ്രേയ. റെസ്പോണ്ട് ചെയ്യാമോ? നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് പറഞ്ഞേരേ. ശ്രേയ പറഞ്ഞോളൂ. ശ്രേയ ഹലോ ശ്രേയ കേൾക്കാമോ? അറിയാമോ ഇത് ചെയ്യാന്? ഇല്ല. ഓക്കെ, ഇവിടെ നോക്കിയോ. അതായത് 2 നമ്പർ, അതിൻ്റെ സമ്മ് 27 ആയിരിക്കണം, അതിൻ്റെ പ്രൊഡക്റ്റ് 182 ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 2 നമ്പറിനെ അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇത് വേർഡ് പ്രോബ്ലമാണ്. അപ്പം ഈ വേർഡ് പ്രോബ്ലം ശരിക്കും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, നമ്മളതാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ വേരിയബിളെ കാണത്തുള്ളൂ. അപ്പോൾ ഒറ്റ വേരിയബിളിലുള്ള എന്തെങ്കിലും സെറ്റപ്പ് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ലെറ്റ് വൺ നമ്പർ, അതായത് ഏതോ 2 നമ്പറിൻ്റെ സം 27ഉം അതേ 2 നമ്പറിൻ്റെ പ്രൊഡക്റ്റ് 182 ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെറ്റ് വൺ നമ്പറിനെ ഞാൻ എന്തായിട്ട് എടുക്കുക? നമ്പർ ബി എക്സ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. എനിക്കറിയാത്തതാണ്, അതുകൊണ്ട് എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണ് അടുത്ത നമ്പറിനെ എന്തായിട്ട് എടുക്കും? ശ്രേയ എന്ന് പറഞ്ഞ ശ്രേയയുടെ അഭിപ്രായം.
വൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒറ്റ വേരിയബിൾ ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ വൈ എടുത്തു കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പോൾ അതർ നമ്പറിനെ എങ്ങനെ എടുക്കുമെന്ന് അറിയാമോ? അതർ നമ്പർ ബി 27 മൈനസ് എക്സ് എന്ന് എടുക്കും. അതെന്താണെന്നറിയാമോ? നമുക്കറിയാം, നമുക്കിപ്പം ഒരു നമ്പർ 13 ആണെന്ന് വിചാരിച്ചു, നമ്മൾ എടുത്തു. ആ 13ഉം വേറൊരു നമ്പറും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര 27 വരുന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 27 ന്ന് 13 കുറച്ചാൽ പോരെ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു നമ്പറിനെ എക്സ് ആയിട്ടും മറ്റേ നമ്പറിനെ 27 മൈനസ് എക്സ് ആയിട്ടും എടുത്തു. അതായത് ഇപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് 13 കിട്ടുന്നതെങ്കിൽ മറ്റേ നമ്പർ കണ്ടുപിടിക്കാൻ 27 ന്ന് 13 കുറച്ചാൽ പോരെ? കാരണം അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 27 വരേണ്ടതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്കത് അറിയാത്തടത്തോളം നമ്മൾ അതിനെ എക്സ് ആയിട്ട് എടുക്കുന്നു, മറ്റേതിനെ 27 മൈനസ് എക്സ് ആയിട്ട് എടുക്കുന്നു. ഓരോ ക്വസ്റ്റിനും ഓരോ രീതിയിലാണ് നമ്പർ ഡിസൈൻ ചെയ്യുന്നത്, അത് ശ്രദ്ധിച്ചോണം. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് 27 എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്റ്റ് അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്തുവാ? എക്സ് ഇൻറ്റു 27 മൈനസ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്നാണ് പറഞ്ഞത്? 182. അപ്പോൾ അതിനെ നോർമലി ബ്രാക്കറ്റ് ഇട്ടിട്ട് എക്സ് ഇൻറ്റു 27 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ? 182. എക്സിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലാക്കണം. 27 എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 182 എന്നാക്കാം. അവിടെ നിന്ന് നമുക്ക് എന്താക്കാം? മൈനസ് എക്സ് സ്ക്വയർ ആദ്യം എഴുതി, പ്ലസ് 27 എക്സ് രണ്ടാമത് എഴുതി. ഈ 182നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മൈനസ് 182 ആയി, ഈസ് ഈക്വൽ ടു 0. എപ്പോഴും ആലോചിക്കേണ്ടത് ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്തെ എക്സ് സ്ക്വയറിൻ്റെ സൈൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ നെഗറ്റീവാണ് കിടക്കുന്നത്, അപ്പോൾ ആ നെഗറ്റീവ് അങ്ങ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എക്സ് സ്ക്വയർ പ്ലസ് എന്നുള്ളതെല്ലാം മൈനസ് ആയി മാറും. മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് പ്ലസ് ഉള്ളിടത്തെല്ലാം മൈനസ് ഉള്ളിടത്തെല്ലാം പ്ലസ്. അപ്പോൾ ഓൾറെഡി മൈനസ് കോമൺ എടുത്തപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കൂടെ പ്ലസ് വന്നു, പിന്നെ ഈ പ്ലസ് അങ്ങ് മൈനസ് ആയി, മൈനസ് 27 എക്സ്, പിന്നെ ഈ മൈനസ് അങ്ങ് പ്ലസ് ആവും, 182 ഈസ് ഈക്വൽ ടു 0. ഈ മൈനസ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടേക്ക് എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ പിന്നെ ബാക്കി എന്തേ കാണത്തുള്ളൂ? എക്സ് സ്ക്വയർ മൈനസ് 27 എക്സ് പ്ലസ് 182 ഈസ് ഈക്വൽ ടു 0. ഇതിപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലായി. നിങ്ങൾക്ക് എന്താണ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം വെച്ചിട്ട് ചെയ്യാം, ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ 182 ഒക്കെ വന്നുകൊണ്ട് റൂട്ടിനകത്തൊരു വലിയ നമ്പർ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് മൈനസ് 27, സി എന്ന് പറയുന്നത് 182. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എ ഇൻറ്റു സി ആണ് ചെയ്യുന്നത്. അതായത് 1 ഇൻറ്റു 182 ചെയ്യുന്നു, അപ്പോൾ നമുക്ക് 182 വരുന്നു. സം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? സം എന്ന് പറയുന്നത് നമുക്ക് ബി ആണ് വരേണ്ടത്. സം എന്ന് പറയുന്നത് നമുക്ക് ബി ടേം ആണ്. ബി എന്ന് പറയുമ്പോൾ മൈനസ് 27 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് നമ്പർ കണ്ടുപിടിക്കണം. ആ രണ്ട് നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് ഈ 27നെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ രണ്ട് നമ്പർ കണ്ടുപിടിക്കണം. ആ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് 182 ആയിരിക്കണം. ആ രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണ്? 27 കിട്ടണം. അപ്പം സിംപ്ലി 182 ആണല്ലേ. അപ്പോൾ എപ്പോഴും ആലോചിച്ചോണം, പ്രൊഡക്റ്റ് വലിയ നമ്പറും സം ചെറിയ നമ്പറും ആണെങ്കിൽ അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് ഈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട നമ്പേഴ്സ് കിട്ടുക. അതായത് ഇപ്പോൾ ഇവിടെ നോക്കാം, 27, 14ഉം 13ഉം തന്നെ നോക്കാം. 14 ഇൻറ്റു 13 ചെയ്യുമ്പോൾ 182 കിട്ടും. പക്ഷെ 14 പ്ലസ് 13 ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് 27 കിട്ടത്തില്ല, സൈൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ മൈനസ് ആക്കുന്നു, -14 -13. ഇവിടെ -14 -13. -14 ഇൻറ്റു -13 എന്ന് പറയുമ്പോഴത്തേക്കും പ്ലസ് 182, അത് ശരിയായി. -14 പ്ലസ് -13 എന്ന് പറയുമ്പോഴത്തേക്കും പ്ലസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് -27, അതും കറക്റ്റായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് -14 -13. അത് നമ്മൾ 27നെ സ്പ്ലിറ്റ് ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കുകയാണ് വിത്ത് സൈൻ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 14x മൈനസ് 13x പ്ലസ് 182 ഈസ് ഈക്വൽ ടു 0. ഗ്രൂപ്പ് ചെയ്യുന്നു. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 14 -13 ആണ് കോമൺ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് കാണുന്നിടത്ത് മൈനസ് വരണം. അപ്പോൾ എക്സ് മൈനസ് 14 എന്ന് വരുന്നു, ഈസ് ഈക്വൽ ടു 0. വീണ്ടും രണ്ടിടത്ത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 14 കോമൺ ആണ്, ബാക്കി എന്തെന്ന് വരും? എക്സ് മൈനസ് 13 വരും, ഈസ് ഈക്വൽ ടു 0. അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എക്സ് മൈനസ് 14 ഈസ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് 14. ഇവിടെ എക്സ് മൈനസ് 13 ഈസ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് 13 എന്ന് വരും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ നമ്പർ. അതായത് രണ്ട് നമ്പർ വരാം. അതായത് ഈഫ് എക്സ് ഈസ് 14 ആണെങ്കിൽ 27 മൈനസ് എക്സ് എന്തായിരിക്കും? 27 മൈനസ് 14 ആയിരിക്കും, 13 ആണ്. ഇനിയും ഈഫ് എക്സ് നമുക്ക് രണ്ടും പോസിറ്റീവ് വാല്യൂ, രണ്ടും എടുക്കാം. അപ്പോൾ ഈ എക്സ് നമ്മൾ 13 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ 27 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 27 മൈനസ് 13 ആണ്, അത് 14 ആണ്. അതായത്
എക്സ് 14 എടുക്കുകയാണെങ്കിൽ മറ്റേ നമ്പർ 13, എക്സ് 13 എടുക്കുകയാണെങ്കിൽ മറ്റേ നമ്പർ 14, രണ്ടും വരാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോണം. ശ്രേയക്ക് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാമോ? ക്ലിയർ ആണ്. എഴുതി കഴിഞ്ഞെങ്കിൽ പറയണം. ഒരു ഇതുപോലത്തെ ക്വസ്റ്റ്യനോട് ചെയ്യിപ്പിക്കാം. എഴുതി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അതേപോലെ തന്നെ വേറൊരു വേർഡ് പ്രോബ്ലമാണ്, എഴുതിക്കോളൂ. ഫൈൻഡ് ടു കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് integers sum of whose square is square is 365 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ നമ്പർ? അതായത് രണ്ട് കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ സ്ക്വയറിൻ്റെ സം ഓഫ് ഹൂസ് സ്ക്വയർ ഈസ് 365 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പർ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ കോൺസിക്യൂട്ടീവ് നമ്പർ എന്താണെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി അടുത്തടുത്തുള്ള നമ്പർ എന്നാണ് അർത്ഥം. അടുത്തടുത്തുള്ള നമ്പർ വേണേൽ മലയാളത്തിൽ എഴുതിയിട്ടാണ് നമ്പർ. ഓക്കെ, അതായത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അടുത്തടുത്തുള്ള നമ്പർ. അതായത് ഇപ്പോൾ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ 2, അടുത്ത നമ്പർ 3, അടുത്ത നമ്പർ 4, അടുത്ത നമ്പർ 5, ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ 1നെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്ത നമ്പറിന് എന്തായിട്ട് എടുക്കേണ്ടി വരും? x+1. അപ്പോൾ നമുക്ക് രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പറിൻ്റെ ആൽജിബ്രായിക് ഫോം കിട്ടിയില്ലേ? ഇനി അതിൻ്റെ സ്ക്വയറിൻ്റെ സം എടുക്കുന്നത് 365 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ ഇക്വേഷൻ ആക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ലെറ്റ് വൺ നമ്പർ ബി എക്സ്. നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് നമ്പർ ബി എന്താ? x+1. അതിൻ്റെ സ്ക്വയറിൻ്റെ സം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സ്ക്വയറിൻ്റെ സം എന്ന് പറയുമ്പോൾ എന്താ? x² + x+1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 365. സം ഓഫ് ഹൂസ് സ്ക്വയേഴ്സ്, അതിൻ്റെ സ്ക്വയറിൻ്റെ സം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സ്ക്വയർ എന്താ? എക്സിൻ്റെ സ്ക്വയറും x+1ൻ്റെ സ്ക്വയറും, അതിൻ്റെ സം. അപ്പോൾ x² + x+1 ദ ഹോൾ സ്ക്വയർ 365. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. x² ഇതിനെ a+b ദി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. a² + 2ab + b² ഈസ് ഈക്വൽ ടു എന്താ? 365. അങ്ങനെയാണെങ്കിൽ ഇവിടെ x² + x², ഒരു മാങ്ങ പ്ലസ് ഒരു മാങ്ങ, രണ്ട് മാങ്ങ. അപ്പം 2x² + 2x + 1 ഈസ് ഈക്വൽ ടു എന്താ? 365. അങ്ങനെയാണെങ്കിൽ ഈ 365നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2x² + 2x + 1 - 365 ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2x² + 2x 1 - 365 എന്ന് പറയുമ്പോൾ 364 ആണ്, ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് 2 കോമൺ എടുക്കാൻ വേണമെങ്കിൽ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി x² + x - 100 നമുക്കറിയാലോ 18 182 വരും. 182 ഈസ് ഈക്വൽ ടു 0. 2 ഓട്ടോമാറ്റിക്കലി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 0യുടെ താഴെ പോകുമ്പോൾ പിന്നെ അതങ്ങ് പോയി. ബാക്കി x² + x - 182 ഈസ് ഈക്വൽ ടു 0. ഇവിടെയും എയും ബിയും സിയും കണ്ടുപിടിച്ചിട്ട് പ്രൊഡക്റ്റും സം കണ്ടുപിടിക്കുക. എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്, സി എന്ന് പറയുന്നത് -182 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എ ഇൻറ്റു സി ആയിരിക്കും. ദാറ്റ് ഈസ് 1 ഇൻറ്റു -182. 1 ഇൻറ്റു -182 ദാറ്റ് വിൽ ബി ഈക്വൽ ടു -182 ആൻഡ് സം വിൽ ബി ഈസ് ഈക്വൽ ടു ബി. ബി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഡാഷ് ഇൻറ്റു ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് -182 വരണം. ഡാഷ് പ്ലസ് ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് 1 വരണം. അത് വീണ്ടും, അതായത് ഞാൻ പറഞ്ഞു സമ്മ് ചെറിയ നമ്പറും പ്രൊഡക്റ്റ് വലിയ നമ്പറും ആണെങ്കിൽ തൊട്ടടുത്തടുത്തുള്ള നമ്പറേ വരുള്ളൂ. അപ്പോൾ നമുക്ക് നേരത്തെ നമ്പർ തന്നെ ചൂസ് ചെയ്യാം. 13ഉം 14ഉം തന്നെ ചൂസ് ചെയ്താൽ മതി. 13ഉം 14ഉം തന്നെ ചൂസ് ചെയ്താൽ 13 × 14 182 ആണ്. 13 + 14 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടാം. അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ 27 ആണ് കിട്ടുന്നത്. എന്നിരുന്നാലും സൈൻ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ 13ന് നെഗറ്റീവ് കൊടുക്കുന്നു. അപ്പോൾ -13 × 14 എന്ന് പറയുമ്പോൾ -182 എന്ന് വരും. -667.
അത് മൈനസ് വലിയ നമ്പറിൻ്റെ കൂടെ ആണെങ്കിലും ചെറിയ നമ്പറിൻ്റെ കൂടെ ആണെങ്കിലും ഇൻറ്റു ചെയ്യുമ്പോൾ അത് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ നമുക്ക് ഫൈനൽ നമ്മുടെ സം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഫൈനൽ 1ൻ്റെ കൂടെ മൈനസ് വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് ചെറിയ നമ്പറിൻ്റെ കൂടെ വേണം മൈനസ് ഇട്ട് കൊടുക്കുക. -13 + 14 എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണ് നമ്മുടെ നമ്പർ നമ്മൾ ചൂസ് ചെയ്തു. അതിനനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ x² - 13x + 14x - 182 = 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇതും ഗ്രൂപ്പ് ചെയ്യുമ്പം എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ x - 13 + 14 കോമൺ എടുത്തു കഴിഞ്ഞാൽ x - 13 തന്നെ = 0. വീണ്ടും x - 13 കോമൺ എടുക്കുന്നു, ബാക്കി x + 14 വരുന്നു = 0. വീണ്ടും x - 13 = 0, x +13, x + 14 = 0, x -14. ഇവിടെ ഈ -14 എടുക്കൂല, കാരണം പോസിറ്റീവ് ഇൻറ്റിജറിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സിൻ്റെ ഒരു വാല്യൂ നമ്മളിവിടെ ചൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഒരു നമ്പർ ഏതാ? ഒരു നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. ഇഫ് x = 13, അങ്ങനെയാണെങ്കിൽ therefore x + 1 എന്ന് പറയുന്നത് 13 + 1 ആണ്, അത് 14 ആയിരിക്കും. -14 എടുക്കാൻ പറ്റത്തില്ല, കാരണം അതൊരു നെഗറ്റീവ് ഇൻറ്റിജറാണ്. നമുക്ക് പോസിറ്റീവ് ഇൻറ്റിജർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒന്ന്, x² - 3x - 10 = 0. തന്നെ കണ്ടുപിടിക്കുക, ആൻസർ പറയാം. ആൻസർ ഓക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ ആണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ചെയ്തോ പെട്ടെന്ന്. x5 അല്ലയോ? 5ഓ? ആ. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, ബി എന്ന് പറയുന്നത് -3 ആണ്, സി എന്ന് പറയുന്നത് -10 ആണ്. നമുക്ക് ഒന്നെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം വെച്ച് ചെയ്യാം. ഞാൻ തൽക്കാലം ഇക്വേഷൻ വെച്ച് ചെയ്യാണ്. x = -b ± √b² - 4ac / 2a. അങ്ങനെയാണെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം വെച്ചാണോ ചെയ്തേ? ഏത് വെച്ചാ ചെയ്തേ? അല്ല, ഇക്വേഷൻ വെച്ചിട്ട്. ശരി, ഓക്കെ. അപ്പം -3 ആണ്, +/√b² എന്ന് പറയുമ്പോഴത്തേക്കും -3² - 4 × a എന്ന് പറയുമ്പോൾ 1 ആണ്, 1 × -10 / 2 × a എന്ന് പറയുമ്പോഴത്തേക്ക് 2 × 1. അടുത്തത് വരുമ്പോഴത്തേക്കും -3 എന്ന് പറയുമ്പോഴത്തേക്കും 3, +/√-3² എന്ന് പറയുമ്പോഴത്തേക്കും 9, 9 - 4 × -10 എന്ന് പറയുമ്പോഴത്തേക്കും +40 ആണ്, /2. അങ്ങനെയാണെങ്കിൽ 3 +/√49 / 2 എന്ന് വരുന്നു.
അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 പ്ലസ് ഓർ മൈനസ് √49 എന്ന് പറയുമ്പോൾ 7/2. അപ്പം നമുക്ക് 3 + 7 ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക, അതായത് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണെന്നല്ലോ നമ്മുടെ ലക്ഷ്യം. എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതിനെ നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് എഴുതേണ്ടി വരും, കാരണം ഇവിടെ പ്ലസും മൈനസും ഉണ്ട്. അപ്പം ഇതിപ്പോൾ എക്സ് ഈസിക്വൽ എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കുന്നത്, അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് എക്സ് ഈസിക്വൽ ടു 3 + 7/2, അടുത്തത് എക്സ് ഈസിക്വൽ ടു 3 - 7/2. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, എക്സ് ഈസിക്വൽ ടു 3 + 7 10/2 വിച്ച് വിൽ ബി ഈക്വൽ ടു 5. എക്സ് ഈസിക്വൽ ടു 3 - 7/2, എക്സ് ഈസിക്വൽ ടു എത്രയാണ് -4/2 ഈസിക്വൽ ടു -2. ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നോ? -2 കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം ഇതിന് രണ്ട് ഓൾറെഡി ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റൂട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് രണ്ടും കണ്ടുപിടിക്കണം. സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. എക്സ് നമ്മൾ പ്ലസ് ഓർ മൈനസ് വരെ എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിലാകുമ്പോൾ രണ്ടും രണ്ടായിട്ട് കണ്ടുപിടിക്കണം. എക്സ് ഈസിക്കൽ ടു പ്ലസ് ഇട്ടും ചെയ്യണം, മൈനസ് ഇട്ടും ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2x² + x - 6 = 0. x = 2. അല്ല, രണ്ടും പറയണം. എക്സ് ഒരെണ്ണം അല്ലല്ലോ, എക്സിന് രണ്ടും അല്ല. ഒരെണ്ണം 2, ഒരെണ്ണം -3. -3 2 - 3 2x². ഒരെണ്ണം ഒരു സെക്കൻഡ്. 2x² പ്ലസ് ഞാൻ തന്ന ക്വസ്റ്റ്യൻ 2x² + 6 2x² + x - 6 തന്നെയല്ല. ഒരെണ്ണം x -2ഉം രണ്ടാമത്തെ x 3/2 ആണോ? ഞാനവിടെ 2x² - x ആയിട്ടിടും. 2x² - x മനസ്സിലായില്ല. എന്തായാലും നമുക്ക് നോക്കിയോ. അതായത് ഇവിടെ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ടാണോ ചെയ്തേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ തെറ്റാൻ പാടില്ലല്ലോ. നോക്കി, A2 ആണ്. ക്വസ്റ്റ്യൻ തെറ്റും. ക്വസ്റ്റ്യൻ എഴുതിയത് തെറ്റിപ്പോയി അല്ലേ? ഓക്കെ, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എക്സിൻ്റെ ആൻസർ ചെയ്ത് ഞാനിപ്പോൾ ചെയ്തു തരാം. ബി എന്ന് പറയുന്നത് 1 ആണ്, സി എന്ന് പറയുന്നത് -6 ആണ്. എക്സ് കണ്ടുപിടിക്കാൻ -b + or - √b² - 4ac / 2a ആണ്. അതിൽ നിന്ന് നമുക്ക് x - -(1 + or - √b² എന്ന് പറയുമ്പോൾ 1 ൻ്റെ സ്ക്വയർ -4 × a എന്ന് പറയുമ്പോൾ 2 × c എന്ന് പറയുമ്പോഴത്തേക്ക് -6 / 2 × 2 which will be equal to -(1 + or - √1 - മൈനസ് ചേർത്തില്ല, ആ
-4 എന്ന് പറയുമ്പോഴത്തേക്കും പ്ലസ് 6 4 48 എന്ന് വരും ഡിവൈഡ് ബൈ 4. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു -1 ± √49 ഡിവൈഡഡ് ബൈ 4 എന്ന് വരുന്നു. അവിടെ നിന്ന് √49 എന്നുള്ള 7 ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു -1 ± 7 ഡിവൈഡ് ബൈ 4 എന്ന് വരുന്നു. സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എക്സ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് 7 ബൈ 4ഉം എക്സ് ഈസ് ഈക്വൽ ടു -1 മൈനസ് 7 ബൈ 4ഉം. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് -1 പ്ലസ് 7 എന്ന് പറയുമ്പോഴത്തേക്കും 6/4 കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 3/2 വരുന്നു. ഇവിടെ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു -1 മൈനസ് 7 എന്ന് പറയുമ്പോൾ -8 ഡിവൈഡ് ബൈ 4 ദാറ്റ് വിൽ ബി ഈക്വൽ ടു -2. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ക്ലിയർ? Yes. ഈ ഒരു ക്വസ്റ്റ്യനോടെ ചെയ്തോ. നാളെ അവധിയല്ലേ? സ്കൂൾ അവധിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ ഒരു കുറച്ച് കൂടുതൽ ടൈം എടുക്കാം. എന്നാ എക്സാം എന്ന് പറഞ്ഞത്? 25ന് തുടങ്ങും. 21ന്. ഏതൊക്കെ ചാപ്റ്ററാണ് ഉള്ളത് മാത്സിന്ന്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, AP, ട്രയാങ്കിൾ. ഓ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, AP, ട്രയാങ്കിൾ അല്ലേ? അപ്പം നമ്മൾ പഠിപ്പിക്കാത്ത 2 ചാപ്റ്റർ കൂടെ ഉണ്ടല്ലോ. ഇതിപ്പം നാളെയും കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഏകദേശം ഒന്ന് ഫൈനലൈസ് ആക്കി തരാം. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അവധിയാണ്. മറ്റേ നോക്കട്ടെ, മറ്റേ നമുക്ക് സൺഡേയോ അങ്ങനെ എന്തെങ്കിലും സമയം കിട്ടിയാലേ പറ്റുള്ളൂ. എന്നാലേ അത് നമ്മളിവിടെ എടുത്തിട്ടില്ല, നമ്മുടെ യൂഷ്വൽ ബാച്ചിലും അത് എടുത്തിട്ടില്ല ഓൺലൈൻ. നമ്മളിപ്പോൾ ആകെ എടുത്തത് പോളിനോമിയൽസ്, ലീനിയർ ഇക്വേഷന്, പിന്നെ അതേപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് 3 നമുക്ക് ആകെ എടുത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഒരു ക്വസ്റ്റ്യനൂടെ ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നടത്താം. √2x² പ്ലസ് 7x പ്ലസ് 5 √2 ഈക്വൽ ടു 0. ഇതുകൂടെ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ കൂടെ പറഞ്ഞോ. രണ്ടും നെഗറ്റീവ് ആണ് കിട്ടുന്നത്. രണ്ടും നെഗറ്റീവ് അല്ലേ? ആൻസർ പറഞ്ഞു. ആൻസർ ഡിവൈഡ് ചെയ്തിട്ടില്ല. ചെയ്തോ? എക്സ് കണ്ടുപിടിച്ചിട്ട് എക്സിന്റെ ആൻസർ പറ. -2/√2 -5/√2. അത് -2/√2 അല്ലല്ലോ, -2/√2 അല്ലേ? -2/√2 എന്ന് പറയുമ്പം ഇതിനെ നമുക്ക് √2 × √2 ഡിവൈഡഡ് ബൈ 2. -2/√2 എന്ന് തന്നെ അങ്ങനെ തന്നെയാണോ കിട്ടുന്നത് എക്സ്? ശരി, അങ്ങനെയാണെങ്കിൽ അതിനെ ഇങ്ങനെ ആക്കി എഴുതണേ. അതായത്
-2/√2 ഇങ്ങനെയല്ലേ കിട്ടുക. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മുകളിലും താഴെയും √2 /√2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റാഷണലൈസ് ചെയ്യണം. എന്നിട്ട് മെയിൻലി നമ്മൾ ഡിനോമിനേറ്ററിൽ റൂട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ ഡിനോമിനേറ്ററിലെ റൂട്ട് മാറ്റി എഴുതണമെന്നാണ് മാത്സിലെ നിയമം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, അതായത് 2√2 ഡിവൈഡഡ് ബൈ എന്താ √2 × √2 ആണ്. കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് -√2 വരും. ഇതായിരിക്കും ഫൈനൽ ആൻസർ. ഓക്കെ ആണോ? ആ ഓക്കെ. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ